കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് അച്ചാറിൻ്റെ ഇവിടെ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ അതിലേക്ക് 3 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചാറിടാനായിട്ട്. നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. മാങ്ങയുടെ കറയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. നമുക്ക് എടുത്ത് വെച്ചേക്കുന്നത് അതേപോലെ 3 മാങ്ങയെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. അടുത്ത നാൾ കേടുകൂടാതിരിക്കാനായിട്ടാണ് ഈർപ്പമില്ലാതെ ചെയ്യുന്നത്. നമുക്ക് ഈർപ്പമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ കൂടുതൽ പൂക്കത്തൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാ മോൾ മാങ്ങ തുടച്ച് തരുന്നിട്ട് അവൾക്കറിയാമെന്നുള്ള രീതിയിൽ അവൾ മാങ്ങ തുടച്ച് തരാനാണ് കേട്ടോ. മാങ്ങ തുടച്ച് തന്നിട്ടുണ്ട്. അപ്പം നഗരം ഞെട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൽ ചെറിയൊരു കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് മാങ്ങ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാൻ ആദ്യം തന്നെ എല്ലാ മാങ്ങയൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നീളത്തിൽ ആദ്യം തന്നെ എല്ലാ മാങ്ങയൊന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഒരു മാങ്ങ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 2 മാങ്ങയല്ല കേട്ടോ അച്ചാറിടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങ അരിഞ്ഞ സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കും കേട്ടോ. കാരണം നല്ല പുളിപ്പ് കുറവാണ് കേട്ടോ, പുളിപ്പില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മാങ്ങ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മക്കൾ വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരിഞ്ഞിരിഞ്ഞ് അച്ചാറിടുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പും മുളകൊക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ല സെറ്റ് മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പും മാങ്ങയ്ക്ക് ഉപ്പും മുളകൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ മാങ്ങ നമുക്കിത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് നീളത്തിൽ ഒന്ന് കീറി അരിഞ്ഞെടുക്കുന്നുണ്ട്. അല്ലേ നീളത്തിൽ കീറിയതിന് ശേഷം നമുക്കിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലേ ഞാൻ വലുപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ചിലർ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയുന്നവരുണ്ട്. ഞാൻ കുഴപ്പം വലുതായിട്ട് അരിഞ്ഞെടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്താ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലേ നന്നായിട്ട് മിക്സ്. ഞാനത് കുറച്ച് നേരം അത് മാറ്റി വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഇത് കടുവറുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണ് കേട്ടോ അച്ചാർ ചെയ്യുന്നത്. നല്ലെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ അധികം നാൾ കേടുകൂടാതെ പൂക്കാതെയൊക്കെ ഇരിക്കുമെന്ന് പറയും കേട്ടോ, പൂപ്പിലടിക്കാതെയൊക്കെ. അപ്പോൾ ഇതാ കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് പാത്രം ചൂടായതിനു ശേഷം ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ, പൊടികൾ കരിയാതിരിക്കാനായിട്ട്. ഞാൻ അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇത് കടുകും ഉലുവപ്പൊടിയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മാങ്ങയിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അരപ്പിന് കണക്കാക്കിയുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് മാങ്ങ അതിലേക്ക് തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കതിലേക്ക് കായപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടുപ്പ് ഓൺ ചെയ്ത് ചെറിയ തീയിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്, നല്ല ചെറുതായിട്ട്. നമ്മുടെ കായപ്പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറായിട്ടില്ലേ കാണാനായിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് കഞ്ഞിയോടെ കഴിക്കാനും ചോറിനോട് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് സ്കൂളൊക്കെ തുറന്നില്ലേ കുട്ടികൾക്കൊക്കെ, അപ്പം നമുക്ക് അവരുടെ ഇവിടെ ചോറ് പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. മക്കളും ഇഷ്ടത്തിന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ